ഇനി BJP-ക്കാർ ഇന്നു മുതലൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശിക്കുക. ഇവർ ചെല്ലുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ശ്രദ്ധിക്കണം, ഇവരാരാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 6-7 വർഷക്കാലമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിക്കുകയും വൈദികരെ അറസ്റ്റ് ചെയ്യുകയും മതപരിവർത്തന വിരുദ്ധ നിയമത്തിൻ്റെ പേരിൽ പാസ്റ്റർമാരും പ്രാർത്ഥന കൂട്ടായ്മകളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകളാണ്. മണിപ്പൂരിൽ 254 പള്ളികളാണ് ഇവർ കത്തിച്ചത്. അനാഥാലയങ്ങൾ കത്തിച്ചു, മതപരമായ സ്ഥാപനങ്ങൾ കത്തിച്ചു. ഈ വർഷം മാത്രം 2023 മാത്രം 684 ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറാണ്. രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെയും ക്രിസ്മസ് പ്രാർത്ഥനകൾക്ക് നേരെയും അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുമെല്ലാം വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാറിൻ്റെ കേരളത്തിലെ ആളുകളാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ വീട് സന്ദർശിക്കാൻ പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നായകളാണ് അവരെ കാണാൻ പോകുന്നത് എന്ന് അവർ ഓർത്തിരിക്കും, അവർക്ക് മനസ്സിലാവും. അത് ഞാൻ 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നവകേരള സദസ്സ് നടക്കുന്നതുകൊണ്ടാണ് ഈ ഡാറ്റ ഒന്നും പുറത്തുവിടാത്തത്. കാരണം ഇന്ത്യയിൽ ഉണ്ടായ പുതിയ ഒമിക്രോണിൻ്റെ വകഭേദം അത് 89% കേരളത്തിലാണ്. 5 മരണങ്ങളുണ്ടായി കേരളത്തിൽ. എന്നിട്ട് ഗവൺമെൻറ് അത് ഒരു തരത്തിലും സംസാരിക്കുന്നില്ല. പേടിപ്പിക്കലെന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ. യഥാർത്ഥ വിവരം പറയാനുള്ള ബാധ്യത കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് TV-യിൽ വന്ന് ഇത് ആഘോഷിച്ചിരുന്ന ആളാണല്ലോ, സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളാണ്. ഇപ്പം എന്താ മിണ്ടാത്തത്? നവകേരള സദസ്സ് തീർന്നു കഴിയുമ്പോൾ പറയും. ഇല്ലെങ്കിൽ നവകേരള സദസ്സ് നിർത്തിവെക്കേണ്ടി വരും എന്നുള്ള പേടിയാണ്, ഭയമാണ്. യഥാർത്ഥ വിവരം പറയട്ടെ, പുറത്തു പറയട്ടെ.